ഗുഡ് മോർണിംഗ് എവരി വൺ. ഇന്നത്തെ മാർക്കറ്റ് ഓപ്പണിംഗ് ഗ്യാപ്പ് ഡൗൺ ആണ്. 14.25 പോയിൻറ്റ്സിൻ്റെ ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് ആണ്. ചെറിയൊരു ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ്. യെസ്, നമുക്ക് ചാർട്ട് ഓപ്പൺ ചെയ്ത് കിട്ടി. എന്തോ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു തോന്നുന്നു. ഇന്ന് പുട്ട് ഓപ്ഷൻ ഒരു സ്പൈക്ക് കാണുന്നുണ്ട്. നമുക്ക് പുട്ട് ഓപ്ഷൻ എൻ്റർ ചെയ്യാം. $25,700 പുട്ട് ഓപ്ഷൻ മേ ബി 100 ട്രേഡ് ചെയ്യുന്നുണ്ട്. 25,700 പുട്ട് ഓപ്ഷൻ. $25,700 പുട്ട് ഓപ്ഷൻ. ഒരു പുട്ട് ഓപ്ഷനിലൊരു അപ്പ് മൂവ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് ഓൾമോസ്റ്റ് ഒരു 1 CR ലോഡ് ചെയ്യാനായിട്ട് ആണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഓൾമോസ്റ്റ് 50 lakhs ലോഡ് ചെയ്ത് കഴിഞ്ഞു. 50 ലക്ഷം രൂപ ആയിട്ടുണ്ട്. ഇനി ഒരു 50 lakhs കൂടി ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ മൾട്ടിപ്പിൾ ലെഗ്സ് ആയിട്ടാണ് ലോഡ് ചെയ്യുന്നത്. തുടർച്ചയായിട്ട് ഈ ഒരു വീഡിയോസ് കാണുന്നവർക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ഒരു സ്റ്റൈൽ ഓഫ് ട്രേഡിംഗ് എന്താണെന്നുള്ളത്. പുതുതായിട്ട് വന്നിട്ടുള്ള എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. തുടർന്ന് ഈ വീഡിയോസ് വാച്ച് ചെയ്യുക. ഇതിന് മുൻപുള്ള വീഡിയോസും വാച്ച് ചെയ്യുക. അപ്പോൾ നമ്മൾ എന്താണ് ഇവിടെ ചെയ്യാൻ ശ്രമിക്കുന്നതെന്നുള്ള എല്ലാവർക്കും കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. നിങ്ങളുടെ സംശയങ്ങളോ അല്ലെങ്കിൽ ഡൗട്ട്സോ അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾക്കിതിനെക്കുറിച്ച് അറിയാനുണ്ടെങ്കിൽ അഭിപ്രായങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻസിലൂടെ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ നമുക്കിവിടെ ചാർട്ട് കാണാം. എനിക്കിവിടെ സ്ക്രീനുകളുണ്ട്. അപ്പോൾ ചാർട്ട് കാണുന്നുണ്ട് ഞാൻ. അതപ്പോൾ അതുകൊണ്ട് ചാർട്ട് കണ്ടുകൊണ്ട് തന്നെയാണ് ഈ എൻട്രീസ് എടുക്കുന്നത്, അല്ലാതെ ബ്ലൈൻഡായിട്ട് എൻട്രീസ് എടുക്കുന്നതല്ല. അപ്പോൾ ഇവിടെ നമുക്ക് സ്ക്രീനുകളുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസത്തെ ഡേ ലോ ലെവൽ ആ ഒരു ലെവലിലേക്കാണ് ഫോളോ ആയിട്ടുള്ളത് നിഫ്റ്റി. ആ ഒരു ലെവൽ ബ്രേക്ക് ചെയ്തൊരു ലോവർ ലോ ആണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. കുറച്ചുകൂടി ഒരു ഡൗൺഫോൾ കണ്ടിന്യൂ ചെയ്യാനുണ്ട്. മേ ബി ഇന്നത്തെ ഒരു ഫസ്റ്റ് ഹാഫ് ഡൗൺഫോൾ വന്നതിന് ശേഷം റിക്കവർ ആവാനുള്ള ചാൻസസും ഹൈ ആണ്. അപ്പോൾ എന്തായാലും ആ ഫസ്റ്റ് ഹാഫ് മാക്സിമം ക്യാപിറ്റലൈസ് ചെയ്യാൻ ശ്രമിക്കാം നമുക്ക്. അതാണ് എൻ്റെ ഇന്നത്തെ ട്രേഡിംഗ് പ്ലാൻ ആക്ച്വലി. അപ്പോൾ യെസ്റ്റർഡേയ്സ് ഹൈ പുട്ട് ഓപ്ഷനിൽ വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഓൾമോസ്റ്റ് എത്താറായിട്ടുണ്ട്. പുട്ട് ഓപ്ഷനിൽ നോക്കുകയാണെങ്കിൽ സ്പോട്ടിൽ ഓൾറെഡി ഇന്നലത്തെ ഡേ ലോ ലെവൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞു. 5 മിനിറ്റ്സിലാണ് ഇപ്പോൾ ചാർട്ട് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു 6 lakhsൻ്റെ പ്രോഫിറ്റിലുണ്ട് നമ്മൾ. യെസ്, ഇന്നലത്തെ ഡേ ഹൈ ലെവൽ പുട്ട് ഓപ്ഷനിൽ ഇന്നലെ വന്നിട്ടുള്ള ഡേ ഹൈ ലെവൽ ബ്രേക്ക് ചെയ്തു. 10-11 lakhs പ്രോഫിറ്റ് ഉണ്ട്. നമുക്കൊരു 1 മിനിറ്റ് കൂടി വെയിറ്റ് ചെയ്യാം. 9:21 ആവട്ടെ. എന്നിട്ട് ഈ ഒരു
പൊസിഷൻ സ്ക്വയർ ഓഫ് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യാം. ഇപ്പോൾ ഒരു 12 ലക്ഷം പ്രോഫിറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കോൾ ഓപ്ഷൻ എടുത്ത് ഹെഡ്ജ് ചെയ്യുകയാണെങ്കിൽ നമുക്കിവിടെ കോൾ ഓപ്ഷൻ സ്ട്രൈക്ക് പ്രൈസും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് വാച്ച് ചെയ്യാം. ജസ്റ്റ് ഒന്ന് ഓപ്ഷൻ ചെയിൻ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ മേ ബി അറൗണ്ട് 25,500 യെസ് ഒരു സ്പൈക്ക് വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഈ ഒരു ട്രേഡ് നമുക്ക് ക്ലോസ് ചെയ്യാം. ഓൾമോസ്റ്റ് ഒരു 17 lakhs ആണെന്ന് തോന്നുന്നു പ്രോഫിറ്റ് നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. അപ്പോൾ നല്ല പ്രോഫിറ്റ്സ് ആണ് ബുക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. ആ ഒരു സ്പൈക്ക് വന്നതോടുകൂടി നമ്മൾ ബുക്ക് ചെയ്തു. അപ്പോൾ നെക്സ്റ്റ് മിനിറ്റ് 21 മുമ്പ് തന്നെ ആ ഒരു സ്പൈക്ക് വന്നു. എഗെയിൻ ആ ഒരു റേറ്റസ്റ്റ് പ്രീവിയസ് സപ്പോർട്ട് ലെവൽ, അതായത് ഇന്നലത്തെ ഡേ ലോ ലെവലിലേക്ക് ഒരു പുൾ ബാക്ക് വരാനുള്ള ചാൻസസ് ആണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഓൾമോസ്റ്റ് നല്ലൊരു പ്രോഫിറ്റ് ഒരു 17 lakhs പ്രോഫിറ്റ് നമുക്ക് ബുക്ക് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട് ഈ ഒരു ട്രേഡിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഒരു ഫസ്റ്റ് ഹാഫ് കൃത്യമായിട്ട് ചെയ്യാൻ സാധിച്ചു. മേ ബി ഒരു 5%, ഓൾമോസ്റ്റ് ഒരു 5% പ്രോഫിറ്റ്സ് ആണ് നമ്മൾ ബുക്ക് ചെയ്തിട്ടുള്ളത്. ജസ്റ്റ് ഒരു മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് 5-6 മിനിറ്റ്സ് മാത്രമേ ആവുന്നുള്ളൂ. 5 മിനിറ്റ്സിൽ തന്നെ നമ്മൾ ബുക്ക് ചെയ്തു. അപ്പോൾ അത് നല്ലൊരു പ്രോഫിറ്റ്സ് ആണ്, വളരെ നല്ല പ്രോഫിറ്റ്സ് ആണ് 5% എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റേതായ റിസ്ക്കും നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഓൾമോസ്റ്റ് 1 CR ആണ് നമ്മൾ ഡിപ്ലോയ് ചെയ്തിട്ടുണ്ടായിരുന്ന ക്യാപിറ്റൽ. അപ്പോൾ അതിലൊരു 17 lakhs നമുക്ക് പ്രോഫിറ്റ്സ് ബുക്ക് ചെയ്യാൻ പറ്റി വിത്തിൻ 5 മിനിറ്റ്സ്, ഫസ്റ്റ് 5 മിനിറ്റ്സ്. അപ്പോൾ നമ്മൾ ഡേ ലോ ലെവൽ ബ്രേക്ക് ചെയ്യുന്നു നമ്മൾ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഡേ ലോ ലെവൽ ബ്രേക്ക് ചെയ്തു. പ്രീവിയസ് ഡേ ലോ ആണ്. കഴിഞ്ഞ ദിവസം കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു ഡൗൺഫോൾ, കഴിഞ്ഞ 2 ദിവസം അതുപോലെ തന്നെ ആയിരുന്നു മാർക്കറ്റ്. അപ്പോൾ ഇന്ന് ഫസ്റ്റ് ഹാഫ് ഒരു ഡൗൺഫോളാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പോൾ അത് വന്നു കഴിയുമ്പോൾ നമുക്ക് ഒരു റിക്കവറി ചാൻസസ് ഉണ്ടോ എന്ന് നോക്കാം. അപ്പോൾ എന്തായാലും ഈ ഒരു ട്രേഡ് നമ്മൾ ക്ലോസ് ചെയ്തിരിക്കുകയാണ്. വളരെ ഭംഗിയായിട്ട് പ്രോഫിറ്റ്സ് ബുക്ക് ചെയ്യാനായിട്ട് സാധിച്ചു. അപ്പോൾ എന്തായാലും നെക്സ്റ്റ് ഓപ്പർച്യൂണിറ്റിയിൽ കാണാം. അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ചിട്ട് ക്ലോസ് ചെയ്യണം. നമ്മളൊരു 17 lakhs പ്രോഫിറ്റ്സ് ബുക്ക് ചെയ്തിട്ടുണ്ട്. വളരെ നല്ലൊരു പ്രോഫിറ്റ്സ് തന്നെ ഫസ്റ്റ് 5 to 10 മിനിറ്റ്സിൽ ബുക്ക് ചെയ്യാൻ പറ്റി. കഴിഞ്ഞ ദിവസം എല്ലാവർക്കും ആ ഒരു വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. 1 hour വീഡിയോ ആണ് നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ നമ്മുടെ എഗെയിൻസ്റ്റ് ആ ഒരു ട്രേഡ് പോയതിന് ശേഷം ആ ഒരു ട്രേഡ് നമ്മൾ ഹെഡ്ജ് ചെയ്ത് അതിന് നമ്മൾ റിക്കവർ ചെയ്യുകയാണ് ചെയ്തത്. 50 lakhs ലോസ് ഉണ്ടായിരുന്നു, റിക്കവർ ചെയ്തു. അപ്പോൾ അത് ഒരുപാട് സമയം ആ ട്രേഡ് നമ്മൾ ഹോൾഡ് ചെയ്യേണ്ടി വന്നു. അങ്ങനെ നമ്മളത് ചെയ്തതിന് ശേഷം വരുന്ന നെക്സ്റ്റ് ട്രേഡ് എന്ന് പറയുന്നത് കഴിഞ്ഞ വെള്ളിയാഴ്ച ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. കാരണം അത് സിമിലർ റിക്കവറി തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു വീഡിയോ എടുത്തുമില്ല, അതുപോലെ തന്നെ ഇടാനും പറ്റിയില്ല. അപ്പോൾ എനിഹൗ ഈ ഒരു ഇന്നത്തെ ഒരു ദിവസം നോക്കുകയാണെങ്കിൽ ജസ്റ്റ് 5 മിനിറ്റ്സിൽ തന്നെ നമ്മുടെ ട്രേഡ് ക്ലോസ് ചെയ്യാനായിട്ട് പറ്റി. ഇപ്പോൾ ഡൗൺഫോൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. മേ ബി അതിനുശേഷം കുറച്ച് ഒരു മൊമെൻറ്റം വന്നതിന് ശേഷം ഒരു റിവേഴ്സൽ എക്സ്പെക്റ്റ് ചെയ്യാം. ബട്ട് എപ്പോഴാണ് വരിക എന്നുള്ളൊരു കൺഫർമേഷൻ വന്നതിന് ശേഷം മാത്രമേ ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് ഞാൻ ക്ലോസ് ചെയ്യാണ്. അപ്പോൾ നെക്സ്റ്റ് ഒരു ഓപ്പർച്യൂണിറ്റി ട്രേഡ് എടുക്കുന്ന സമയത്ത് ആ ഒരു വീഡിയോ ആയിട്ട് വരാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ തുടർന്ന് വാച്ച് ചെയ്യുക. എങ്ങനെയാണ് നമ്മൾ ട്രേഡ്സ് എടുക്കുന്നത്, എന്താണ് നമ്മുടെ ആ ഒരു ട്രേഡ് ചെയ്യുമ്പോഴുള്ളൊരു സൈക്കോളജി എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനായിട്ട് തുടർച്ചയായിട്ട് ഈ വീഡിയോസ് വാച്ച് ചെയ്യുക. ഒരു വീഡിയോ തന്നെ റിപ്പീറ്റഡ് ആയിട്ട് കണ്ടു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അത് മനസ്സിലാക്കാനായിട്ട് കഴിയൂ. ഇതേപോലെ ട്രേഡ് ചെയ്യാൻ ആരും ശ്രമിക്കരുത്. ഈ ഒരു വീഡിയോയിൽ ഒരു എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രമാണ്. അപ്പോൾ ആ ഒരു കാര്യം മനസ്സിലാക്കിയിട്ട് അത് എങ്ങനെയാണ് ട്രേഡ് എടുക്കുന്നതെന്നുള്ളതിൻ്റെ ട്രേഡിംഗ് ലോജിക് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നിങ്ങളുടെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻസിലൂടെ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. നെക്സ്റ്റ് ഓപ്പർച്യൂണിറ്റി വരികയാണെങ്കിൽ ഞാനൊരു എൻട്രി എടുക്കുന്നുള്ളൂ. അപ്പോൾ ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.